കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. ആം ആദ്മിക്ക് അധികാര തുടർച്ച ലഭിക്കുമെന്ന് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്ക് ഇത്തവണ 55 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. കെജ്രിവാളിന്റെ വാക്കുകൾ ഇങ്ങനെ: "എന്റെ കണക്കുകൂട്ടലനുസരിച്ച് ആം ആദ്മിക്ക് 55 സീറ്റുകൾ വരെ ഡൽഹിയിൽ ലഭിക്കും. പക്ഷേ സ്ത്രീകളെല്ലാവരും പരമാവധി പരിശ്രമിച്ചാൽ, തങ്ങളുടെ വീട്ടുകാരെ ആം ആദ്മിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ആം ആദ്മിയുടെ സീറ്റ് 60-ലെത്തും. 2015-ൽ 67 സീറ്റുകൾ നേടിയായിരുന്നു ആം ആദ്മി സർക്കാർ അധികാരത്തിലേറിയത്. 2020-ൽ പാർട്ടിക്ക് ലഭിച്ചത് 62 സീറ്റുകളാണ്. ഡൽഹി നിയമസഭയിൽ ആകെ 70 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ 8 സീറ്റുകളാണ് ബിജെപിക്ക് ലഭിച്ചത്. ഒരു കാലത്ത് രാജ്യ തലസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ സംപൂജ്യരാകുന്നതായിരുന്നു കാഴ്ച. അതേസമയം ഇക്കുറി ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് ഡൽഹിയിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണമാണ് ആം ആദ്മി നടത്തുന്നത്. ബിജെപിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചാണ് ആം ആദ്മി പ്രചരണം. ഡൽഹി ഭരണം ഉറപ്പിക്കുവാൻ വമ്പൻ വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ ആം ആദ്മി അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ, മുടക്കമില്ലാത്ത ശുദ്ധജല വിതരണം, യമുന നദി ശുചീകരണം, റോഡുകളുടെ വികസനം, ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ക്ഷേമനിധി, ഇങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. മറുവശത്ത് ബിജെപിയും വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ബിജെപിയുടെ വാഗ്ദാനങ്ങളേറെയും. പ്രതിമാസം വനിതകൾക്ക് 2500 രൂപ, ഗർഭിണികൾക്ക് ഒറ്റത്തവണ 21,000 രൂപ, സൗജന്യ ചികിത്സ, വിദ്യാഭ്യാസം എന്നീ വാഗ്ദാനങ്ങളാണ് ബിജെപി പ്രഖ്യാപിച്ചത്. 219 വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. സർക്കാർ ജോലിയിൽ 33% വനിതാ സംവരണം, 100 ഇന്ദിരാഗാന്ധി ക്യാന്റീനുകൾ, ജാതി സെൻസസ് തുടങ്ങിയവയും കോൺഗ്രസ് വാഗ്ദാനങ്ങളിൽ പെടുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പിന്നോട്ടു പോയാൽ ഇനി ഡൽഹിയിലൊരു തിരിച്ചുവരവ് കോൺഗ്രസിനുണ്ടാകുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.